എപ്പോഴാണോ നമ്മൾ ഫസ്റ്റ് മെയിൽ അയച്ചത് അന്ന് മുതൽ എന്നാണോ നമുക്ക് ഈ കൊറിയർ കിട്ടിയത് എന്ന് വരെയുള്ള ഫുൾ വിശദമായിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ABL വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ ദിവസം ഡാസിലറിയിൽ നിന്ന് അവരുടെ ഫ്രീ ഗിഫ്റ്റ് നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയത്, എത്ര ദിവസം എടുത്തു, അതിന് എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയുള്ള വിശദമായ വീഡിയോ ആണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് ഫസ്റ്റ് മെയിൽ ഞാൻ അയക്കുന്നത് 18-ാം തീയതി ജൂൺ മാസത്തിലാണ് ഞാൻ ഫസ്റ്റ് മെയിൽ അയക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെയിൽ അയക്കുന്നത് ഞാൻ എല്ലാവരെയും പോലെ തന്നെ ഞാനും ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ മെയിൽ അയച്ചത്. അപ്പോൾ അതിനകത്ത് തന്നിട്ടുള്ള ആ കുട്ടി പറഞ്ഞിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കാണ് ഞാൻ ഫസ്റ്റ് റിക്വസ്റ്റ് മെയിൽ അയക്കുന്നത്. ആ മെയിൽ ഐ ഡിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മെയിൽ അയച്ചപ്പോഴത്തേനും അവർ വേറൊരു മെയിൽ ഐ ഡി നമുക്ക് അന്ന് തന്നെ റീപ്ലൈ വന്നു. വേറൊരു മെയിൽ ഐ ഡി നമുക്ക് അവർ സെൻഡ് ചെയ്ത് തന്നിട്ട് പറഞ്ഞു നമുക്ക് കൊളാബ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് വേറൊരു സെക്ഷനാണ്. അപ്പോൾ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് വേണം നിങ്ങളിത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അവർ വേറൊരു മെയിൽ ഐ ഡി തന്നു. ആ മെയിൽ ഐ ഡിയാണ് ഈ മെയിൽ ഐ ഡി. അപ്പോൾ ഇതിനകത്തോട്ടാണ് നമ്മൾ രണ്ടാമത്തെ വട്ടം നമ്മളത് റിക്വസ്റ്റ് അയച്ചിട്ടുള്ളത്. എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, എനിക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ അയച്ചു. അന്ന് തന്നെയാണ് കേട്ടോ എനിക്ക് റീപ്ലൈ വന്നതും. ഇത് അയച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് നമുക്ക് റീപ്ലൈ മെയിൽ വരുന്നത്. പിറ്റേ ദിവസം റീപ്ലൈ മെയിൽ വന്നു. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ അയച്ചതിൽ നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്കൊരു റീപ്ലൈ മെയിൽ അയച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ താല്പര്യം, ലിപ്സ്റ്റിക് ഷെയ്ഡാണോ അതോ അവരുടെ ഐ ഷാഡോ പാലറ്റാണോ നിങ്ങൾക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടൊരു മെയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ സെലക്ട് ചെയ്തത് ലിപ് കളേഴ്സ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് നമുക്ക് പിറ്റേ ദിവസം തന്നെ ആ മെയിൽ വന്നു കേട്ടോ. അതിന് ശേഷം വന്നിട്ടുള്ളത് പിന്നെ വന്നത് 27-ാം തീയതിയാണ്. ഓക്കെ, 27-ാം തീയതിയാണ് പിന്നെ വരുന്നത്. നമ്മൾ എത്രാം തീയതി അയച്ചത്, ഫസ്റ്റ് മെയിൽ അയച്ചത് 18-ാം തീയതിയാണ്. അതിനുശേഷം പിന്നെ വരുന്ന മെയിൽ 27-ാം തീയതിയാണ് കേട്ടോ. 27-ാം തീയതി നമുക്ക് അവർ മെയിൽ അയച്ചതിൽ 2 ലിങ്കും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി, പിന്നെ യൂട്യൂബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക്, നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ അഡ്രസ്സൊക്കെ ചോദിച്ചും കൊണ്ടിട്ട് ഒരു ഫോം ഫില്ല് ചെയ്യണ പോലത്തെ ഒരു ലിങ്കും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലിങ്കുമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി അഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ. അതിനുശേഷം പിന്നെ വരുന്നത് 29-ാം തീയതിയാണ്. 27-ാം തീയതി കഴിഞ്ഞ് 28, 29-ാം തീയതിയാണ് വരുന്നത്. നിങ്ങൾ താങ്ക് യു ഫോർ പർച്ചേസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറൊരു ലിങ്കും കൂടെ ഉണ്ടായിരുന്നു. സെയിം അഡ്രസ്സ് തന്നെ, സെയിം ലിങ്ക്, മെയിൽ ഐ ഡി അതൊക്കെ തന്നെ ഒന്നും കൂടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് വേറൊരു ലിങ്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തു. പിന്നെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. അതിനുശേഷം പിന്നെ മെസ്സേജ് വരുന്നത് ജൂലൈ 2-ാം തീയതിയാണ്. പിറ്റത്തെ മാസം 2-ാം തീയതിയാണ് മെസ്സേജ് വരുന്നത്. നിങ്ങളുടെ പർച്ചേസിങ് സക്സസ് ആയിട്ടുണ്ട്, അത് ഷിപ്പിംഗ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്കും അതും കൂടെ ആയിട്ട് നമുക്ക് മെയിൽ വരുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെറും പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പേജ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അപ്പോൾ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചപ്പോഴത്തേനും അവരെനിക്ക് റീപ്ലൈ തന്നു. ഷിപ്പിംഗ് ആയതിനു ശേഷം നമുക്ക് ട്രാക്കിംഗ് കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 3-ാം തീയതി ആയപ്പോഴത്തേനും ഷിപ്പിംഗ് ആയി എന്ന് പറഞ്ഞിട്ട് മെയിൽ വരും.
മെയിൽ വന്നപ്പോഴത്തേനും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പിംഗ് ആയി അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് അത് എവിടെ എത്തിയെന്ന് നമുക്ക് സാധാരണ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ട്രാക്കിങ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ നമ്മൾക്ക് അറിയാൻ വേണ്ടി പറ്റുമായിരുന്നു കേട്ടോ. പിന്നെ 8-ാം തീയതിയാണ് എനിക്ക് ഐറ്റം ഡെലിവറി ആയത്. അപ്പോൾ ഇതെനിക്ക് വീട്ടിൽ തന്നെയാണ് കൊണ്ടുവന്ന് തന്നത്. എനിക്ക് സാധാരണ മീഷോന്നാണ് ഞാൻ കൂടുതൽ പർച്ചേസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ മീഷോയിൽ കൊണ്ടുതരുന്ന ആ ചേട്ടൻ തന്നെയാണ് എനിക്ക് ഈ കൊറിയറും കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ അതെനിക്ക് വീട്ടിൽ തന്നെയാണ് കൊണ്ടുവന്ന് തന്നത്. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടു അവിടെ ചെന്ന് മേടിക്കേണ്ടി വന്നു. അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്, വീട്ടിൽ കൊണ്ടുതരത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് വീട്ടിലാണ് കൊണ്ടു തന്നത്, നമുക്ക് എവിടെയും പോകേണ്ടിയൊന്നും വന്നില്ല. അപ്പോൾ സാധാരണ ഇതൊക്കെ ഡെലിവറി ചെയ്യണവർ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവരും കൊണ്ടു തരുന്ന കേട്ടോ. അപ്പോൾ അതെനിക്ക് വീട്ടിലാണ് കൊണ്ടുവന്ന് തന്നത്. 8-ാം തീയതി എനിക്ക് ഡെലിവറി ആയിട്ട് 8-ാം തീയതി രാവിലെ തന്നെ എനിക്ക് ഡെലിവറി ആയി. അപ്പോൾ അതിനകത്ത് സെയിം 4 ലിപ്സ്റ്റിക്കും ഒരു ഐലൈനറുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഏതൊക്കെ ഷെയ്ഡാണ് അവർ അയച്ചു തരുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസും അവർ നമുക്ക് ഈ മെയിലിൽ കൂടെ തന്നെ സെൻഡ് ചെയ്ത് തരും കേട്ടോ. പിന്നെ വന്നിട്ട് അവർ വാട്സപ്പിൽ കൂടെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വാട്സപ്പിലും നമുക്ക് അയച്ചു തരുന്നുണ്ട് ഏതൊക്കെയാണ് നമുക്ക് സെൻഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് ഡെലിവറി ആയതിനു ശേഷം നമുക്ക് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് അവർ വാട്സപ്പിൽ നമുക്ക് ചാറ്റ് ചെയ്യും. അപ്പോൾ നമ്മളതിൻ്റെ ഫീഡ്ബാക്കും കൂടെ പറയണം. ഫോട്ടോ സഹിതം എന്തോ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെയാണ് കേട്ടോ വന്നത്. ഡെലിവറി ആയതിനു ശേഷം പിറ്റേ ദിവസം അവർ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടും വാട്സപ്പിൽ കൂടെ നമുക്ക് ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഫുള്ള് റീപ്ലൈ എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ എന്താ പറയുക, ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. കാരണം നമ്മൾ ചോദിച്ച് മേടിച്ചതാണെങ്കിലും നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ ഇത് ആർക്കൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബേഴ്സിന് മാത്രമാണെന്ന്. കാരണം വേറെ ആർക്കും കിട്ടിയതായിട്ട് ഞാൻ എവിടെയും കണ്ടില്ല, എൻ്റെ അറിവിൽ ഞാൻ എവിടെയും കണ്ടില്ല. പിന്നെ ഈ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ എത്ര ചെറിയ യൂട്യൂബേഴ്സിനാണെങ്കിലും ഇത് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഗുണവശം എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയും ഇത് സെൻഡ് ചെയ്ത് മെയിൽ അയക്കാത്തവരോ അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ വെറുതെ ആണ്. അതെല്ലാവർക്കും ഡാസിലർ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു മെയിൽ കറക്റ്റായിട്ട് അയച്ചു കൊടുത്താൽ മാത്രം മതി. കുറച്ച് സമയം എടുക്കും, മിനിമം ഒരു 20-25 ദിവസം എടുക്കുന്നുണ്ട് ഈ ഒരു ഡെലിവറി ആയി നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. മിനിമം ഒരു 20 ദിവസം എടുക്കുന്നുണ്ട്. ഓക്കെ, എന്താണെങ്കിലും കുറച്ച് ഡിലേ ആയിട്ടാണെങ്കിലും അവർ റീപ്ലൈ തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് 5 to 7 വർക്കിംഗ് ഡേയ്സ് ആണ് അവർ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട്. അതും അവർ മെയിലിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ പോലും എനിക്ക് കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷയിലൊന്നും അല്ല ഞാനും അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ റീപ്ലൈ തന്നപ്പോൾ നമുക്കൊരു പ്രതീക്ഷ, അപ്പോൾ അതിൻ്റെ പുറകെ അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ കിട്ടി, അപ്പോൾ നമുക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കിട്ടും. ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് മെയിൽ അയച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ മെയിൽ ഐ ഡി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. 2 മെയിൽ ഐ ഡിയും കൊടുത്തേക്കാം. കാരണം ഫസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അവർ രണ്ടാമത്തെ മെയിൽ ഐ ഡി അവർ തന്നെ തരുന്നുണ്ട്, ഇതിലേക്കാണ് അയക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്. പിന്നെ കിട്ടിയ ഗിഫ്റ്റിൻ്റെ അൺബോക്സിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്, ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഡാസിലറിൻ്റെ ഞാനത് പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാം പൊട്ടിച്ച് ഞാൻ ഷെയ്ഡെല്ലാം വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.